Let t from r square to r square be the linear transformation defined by t of xy equal to x plus y 2x minus y. Find the matrix t relative to the basis b equal to 1 2 minus 1 1 and c equal to 1 0 0 1. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെ ബിയിലെ ബേസിസിലെ വെക്റ്റേഴ്സിനെ v1 ഉം v2 ആയിട്ട് എടുക്കുക. v1 1 2 അത് v2 -1 1. ഇനി സിയിലെ ബേസിസിലെ വെക്റ്റേഴ്സിനെ w1 w2 എന്ന് എടുക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് v1ൻ്റെ ഇമേജ് കാണാം. ട്രാൻസ്ഫോർമേഷൻ എന്താ? ടി ഓഫ് എക്സ് വൈ എക്സ് പ്ലസ് വൈ 2x മൈനസ് വൈ. എന്നിട്ട് ടി ഓഫ് v1 കാണാം, ടി ഓഫ് v2 കാണാം. എന്നിട്ട് w1ൻ്റെയും w2ൻ്റെയും കോമ്പിനേഷനായിട്ട് അത് എഴുതണം, ആ ഇമേജ്. മനസ്സിലായോ? v1ൻ്റെയും v2ൻ്റെയും ഇമേജ് കണ്ടിട്ട് അത് w1 w2 ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇമേജായിട്ട് കോമ്പിനേഷനായിട്ട് ആ ഇമേജിന് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ടി ഓഫ് v1 എന്ന് പറഞ്ഞാൽ ടി ഓഫ് 1 2. അപ്പോൾ ഇവിടെ 1ഉം 2ഉം കൊടുത്തു കഴിയുമ്പോൾ എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുത്തു കഴിയുമ്പോൾ ഇത് കിട്ടും 3 0 കിട്ടും. ഇനി 3 0നെ w1ൻ്റെയും w2ൻ്റെയും ഇമേജായിട്ട് എഴുതണം. ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്, 1 0 0 1. അതുകൊണ്ട് ഇത് നേരെ എഴുതിയാൽ മതി. 3 0 ആണെങ്കിൽ 3 w1 0 w2. അതല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ C1 ഇട്ടിട്ടുള്ളത്, അത് വെച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട് w1 w2 ആയതുകൊണ്ട് 3 0 എന്ന് വെച്ചാൽ 3 w1 + 0 w2 എഴുതിയാൽ മതി. അടുത്തത് ടി ഓഫ് v2 എഴുതാം. ടി ഓഫ് v2 എന്ന് വെച്ചാൽ -1 1 ആണ്. അതിൽ എക്സിന് -1 കൊടുക്കും, വൈക്ക് 1 കൊടുക്കും. ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും 0 -3. w1 w2 സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട് 0 × w1 -3 × w2 എഴുതാം. The coordinate matrix for t of v1 and t of v2 relative to the basis CR. ഇതിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് ഇതിൽ കാണാനായിട്ട് അതിനെങ്ങനെ എഴുതാം? ടി ഓഫ് v1c. അതായത് നമ്മൾക്ക് ഇനി ടി ഓഫ് v1ൻ്റെയും ടി ഓഫ് v2ൻ്റെയും കോർഡിനേറ്റ് മെട്രിക്സ് എഴുതണം. കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടില്ലേ? അതായത് ഇതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഈ കോൺസ്റ്റൻ്റ് ഇല്ലേ, സ്കെയിലാർസ്, ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ്. ടി ഓഫ് v1ൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ 3 0. ടി ഓഫ് v2ൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ 0 -3. അതിനെ ഡിനോട്ട് ചെയ്യണം ഇങ്ങനെയാണ്. നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചിട്ടുണ്ട്, 2 തോന്നുന്നു. ടി ഓഫ് v1 3 0 ഇത് എഴുതി. ഹെൻസ് ദ മെട്രിക്സ് ഫോർ ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി ആൻഡ് സി ഈസ് ഗിവൺ ബൈ. ബിന്ന് സിയിലേക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് എഴുതാം. 3 0 0 -3 ഇതാണ് ഉള്ളത്. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത്, ലെറ്റ് ടി ഫ്രം r³ to r² ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ. ഇതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതിൽ നിന്നാണ് r³ നിന്ന് r². അപ്പോൾ ബി എന്ന് പറയുന്നത് r³ ബേസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 1 0 1 1 -0 എല്ലാവരും ട്രിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടാവും. പിന്നെ r² ബേസിസ് എന്ന് പറഞ്ഞാൽ സി ആണ്. r² ആയതുകൊണ്ട് അത് എങ്ങനെയാണ് വരുന്നത്? ഇത് പെയേഴ്സ് ആയിട്ടാണ് വരിക. ഇനി നമുക്ക് എന്താ കാണുന്നത്? നേരത്തെ കണ്ടപോലെ ഇതിനെ ഓരോ v1 v2 v3 എന്ന് എടുക്കാം. ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് v1 v2 v3യുടെ ഇമേജ് കാണാം. അതിനെ സിയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ v1 1 0 1 ടി ഓഫ് v1ൻ്റെ ഇമേജ് കാണാം. ഇമേജ് കാണുമ്പം ഇത് കിട്ടി 1 -1 കിട്ടി. എങ്ങനെയാണ്? ടി ഓഫ് v1ൻ്റെ ഇമേജ് കാണാം. ഇവിടെ ടി ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 3x - 2z 2x - z 2y - z. ഇതാണ് ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അതിൽ 1 0 1 കൊടുക്കുക, എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക, ഇസഡിന് 1 കൊടുക്കുക. ഇതിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 -1 കിട്ടി. ഈ 1 -1നെ സിയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. നേരത്തെ പോലെയല്ല, ഇവിടെ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ല. അതുകൊണ്ട് നമുക്കത് ഇക്വേഷനായിട്ട് ഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇതിനെ w1 w2 എഴുതി. അപ്പോൾ ഇവിടെ ഇതിനെ 1 -1നെ w1ൻ്റെ w2ൻ്റെ കോമ്പിനേഷനായിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എങ്ങനെ എടുക്കാം? c1 അല്ലെങ്കിൽ x × 1 1 + y × 1 0 1 -1 അതല്ലേ ലീനിയർ കോമ്പിനേഷൻ. നമ്മൾ മറ്റേ മൊഡ്യൂളിൽ പഠിച്ചില്ലേ? 1 -1നെ
1 1-ൻ്റെയും 1 0-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ C1 C2 എന്ന് എഴുതിയാലും മതി കേട്ടോ. C1 ഇൻറ്റു അല്ലെങ്കിൽ X ഇൻറ്റു 1 1 Y ഇൻറ്റു 1 0 1 -1 ഇങ്ങനെ കിട്ടണം ഇതിൻ്റെ അപ്പോൾ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സും 1 കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈ ആദ്യത്തെ രണ്ട് ആഡ് ചെയ്യുക. എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 വൈ ഈക്വൽ ടു 1 വരും. ഇവിടെ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ഇൻറ്റു 0 1 കിട്ടി. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 1 കിട്ടും. ഈ എക്സ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വൈ ഈക്വൽ ടു ഇവിടെ -1 ആണ് കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 2 കിട്ടും. നേരെ ചെയ്യുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ നേരെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എക്സിന് പകരം -1 2 ഇത് കിട്ടി. ഇനി അടുത്തത് ടി ഓഫ് V2ൻ്റെ ഇമേജ് കാണാം. 1 -1 0 ഇത് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 1 വൈക്ക് -1 ഇസഡിന് 0 ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഈ ക്വസ്റ്റ്യനിൽ ഇതിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജ് കിട്ടും 3 -2. അതും നേരത്തെ പോലെ തന്നെ ഇവിടെ ഓൾറെഡി ഇത് എഴുതിയിൽ 1 -1-ന് പകരം നേരത്തെ 1 -1 അല്ലേ കോമ്പിനേഷൻ എടുക്കണം. അതിന് പകരം 3 -2 കൊടുക്കുക. നേരത്തെ എഴുതിയ അതേ ഫോമിൽ തന്നെ. അതായത് 3 -2-ൻ്റെ 1 0-ൻ്റെ ഇമേജ് കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷനിലേക്ക് ഇട്ടാൽ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇത് നേരെ കിട്ടും. ഇവിടെ 0 ആയതുകൊണ്ട് x -2 കൊടുത്താൽ y 5 കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ടി ഓഫ് V1ൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് ഏതാ? ടി ഓഫ് V1ൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 2 ഇവിടെയോ -2 5. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് മെട്രിക്സ് ഇവിടെ ഇനിയും V3 കൂടി ഉണ്ട് കേട്ടോ, അത് മറന്നുപോയി. V3 ഇതേപോലെ തന്നെ ചെയ്യാം. ടി ഓഫ് 0 1 1 അത് -2 കിട്ടി. ഇതേപോലെ തന്നെ ആ -2 1 കൊടുക്കുക. നേരത്തെ ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ, ഇവിടെ ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതില്ലേ ഇക്വേഷൻ, അതിൽ ഈ 1 1 ഇവിടെ കിട്ടണ ഇമേജ് മാറ്റി കൊടുത്താൽ മതി. 1 -1 ഇവിടെ കിട്ടുന്നത് 3 -2, ഇവിടെ 1 -1-ന് പകരം 3 -2 ഇട്ട് കൊടുക്കുക. ഇവിടെ -2 1 ഇട്ട് കൊടുക്കുക. നേരെ കിട്ടും 1 -3 കിട്ടും. അപ്പോൾ അതെല്ലാവരും കൂടി കോളായിട്ട് എഴുതിയത് -2 2 വേറെ അടുത്തത് -2 5 ഇവിടെ കിട്ടിയ 1 -3 പിന്നെ കോളായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടും.